കന്യാകുമാരിയിൽ നിന്ന് ഡെഡ് സ്ട്രേറ്റ് ഒരു ലൈൻ താഴോട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക. ഈ 2 ലൈനും കൂട്ടിമുട്ടുന്ന ആ സ്ഥലം, ആ പോയിന്റ്, അവിടെ എനിക്കൊരു 150 കിലോമീറ്ററിൻ്റെ സ്പീഡിൽ ഒരു കൊടുങ്കാറ്റ് വന്നു. ആ കൊടുങ്കാറ്റ് ഒരു 15 മീറ്ററിൻ്റെ തിര ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ചൊരു 3-4 മീറ്ററാണ്, ഇതിൻ്റെ 3 ഇരട്ടി നോക്കിക്കുക. അത് ഒരു തിരയല്ല, അങ്ങനെ ഫുൾ ഡേ ഇങ്ങനെ 15 മീറ്ററിൻ്റെ തിര വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു തിരയിൽ എൻ്റെ ബോട്ട് ഇങ്ങനെ ക്യാപ്സൈസ് എന്നാണ് പറയുന്നത്, ബോട്ട് ക്യാപ്സൈസ്, ഇറ്റ് ഹാഡ് എ നോക്ക് ഡൗൺ. അപ്പോൾ ഈ നോക്ക് ഡൗണിൻ്റെ സമയത്ത് ഞാൻ പുറത്തേക്ക് ബോട്ട് സ്റ്റിയർ ചെയ്യുക, ഞാൻ ബോട്ടിൽ നിന്ന് ഇങ്ങനെ അകന്നുപോയി കടന്ന താഴോട്ട്. അപ്പോൾ ഇവിടെ പുറയിലൊരു കൊടിമരമുണ്ട്, ആ കൊടിമരത്തെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ കെട്ടിപ്പിടിച്ച് ഐ സ്ലിപ്പ് ഡൗൺ ദാറ്റ് മാസ്റ്റ് ആൻഡ് ഐ വാസ് പ്രസ്ഡ് അണ്ടർ വാട്ടർ ഫോർ സം ടൈം. അത് കഴിഞ്ഞിട്ട് സഡൻലി വേറൊരു കര വന്നപ്പോഴത്തേക്ക് ബോട്ട് ടക്കെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയപ്പോൾ ഞാൻ കൊടിമരത്തിൻ്റെ മേടി 9 മീറ്റർ മേടി ഉടക്കിയിരിക്കും. അവിടെ ഞാൻ സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കൈ എവിടെ കണ്ട് ഉടക്കി നോക്കിയപ്പോൾ എൻ്റെ വാച്ച് ഒരു സ്റ്റീൽ വയറിൽ ഇങ്ങനെ ഉടക്കി കിടക്കുക. ഞാനിങ്ങനെ താഴോട്ട് വരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കുറേ നേരം ട്രൈ ചെയ്ത് പറ്റുന്നില്ല. പിന്നെ ബോഡിക്ക് ഭയങ്കര വെയിറ്റ് ആയി, ബൂട്ട്സും പിന്നെ സദൺ ഓഷൻ്റെ ക്ലോത്തിങ് അതെല്ലാം ഇട്ട് ഭയങ്കര വെയിറ്റ് ആണ്. ഐ കാൺട്ട് പുൾ മൈസെൽഫ് അപ്പ് ഓൾസോ. അതിൻ്റെ പുറത്ത് ബോട്ട് 15 മീറ്റർ മേലോട്ട് പോവുക, പിന്നെ 15 മീറ്റർ താഴോട്ട് പോവുക. ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. ആൻഡ് ദെൻ സഡൻലി ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, വാച്ചിൻ്റെ സ്ട്രാപ്പ് പൊട്ടി. ഞാൻ താഴോട്ട് ഇങ്ങനെ വീണു. അപ്പോൾ ഇവിടെ ഒരു ബൂം എന്ന് പറഞ്ഞൊരു അലൂമിനിയത്തിൻ്റെ പീസ് ഉണ്ട്, അതിലാണ് നമ്മുടെ പായ ഇങ്ങനെ കെട്ടുന്നത്. അതിലോട്ട് ഞാനിങ്ങനെ നടുവഴിച്ചെന്ന് വീണ്. അവിടുന്ന് പിന്നെ ഡെക്കിലോട്ട് വീണ്. പിന്നെ ഞാൻ അകത്തോട്ട് പോയപ്പോഴത്തേക്ക് ഇറ്റ്സ് എ മെസ്. ഡീസൽ ടാങ്ക് അതിന് ചെറിയൊരു തകരാറ് വന്നിട്ട് ഡീസൽ ലീക്കാവുക, ഗ്യാസ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഊരി വന്നിട്ട് ഗ്യാസ് ലീക്കാവുക, ഗ്യാസിൻ്റെ വാൾവ് ഞാൻ അടച്ച് ഡീസൽ ടാങ്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ചാർട്ട്സ് എല്ലാം വെള്ളത്തിന് ഇടിയില്ല, ടൂൾസ് എല്ലാം ഇറ്റ്സ് ഓൾ ഓവർ ദ പ്ലേസ്, സ്ക്രൂ ഡ്രൈവർ അത് ഇറ്റ്സ് ഓൾ ഓവർ ദ പ്ലേസ്. ഐ ഗോട്ട് ഓൺ മൈ നീസ്, ഞാൻ മുട്ടുകുത്തി എല്ലാം ഐ സോർട്ടഡ് ഓൾ ദോസ് തിങ്സ്. ഐ സ്റ്റാർട്ടഡ് ക്ലീനിങ് ഇറ്റ് അപ്പ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കാലിട്ട് ശക്തിയില്ല. ഐ ജസ്റ്റ് കൊളാപ്സ്ഡ് അവിടെ തന്നെ. ഞാൻ ഓർത്ത് ചിലപ്പം നടുവിനൊരു എന്നാ പറയുന്നത് സ്പാസം വന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ മുട്ടുകുത്തി ഞാൻ കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തു. എന്നിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കി. ഐ ജസ്റ്റ് കൊളാപ്സ്ഡ്. ആൻഡ് ദെൻ ഐ ഡിസൈഡഡ് ദർ ഇസ് നോ പോയിന്റ് ഇൻ പുഷിംഗ് മൈ ലക്ക്. ഞാൻ എഴുന്നേറ്റ് അവിടെ ഒരു ബങ്കിലോട്ട് കയറി കിടന്നു. എന്നിട്ട് എൻ്റെ അടുത്തൊരു സാറ്റലൈറ്റ് വെച്ച് ടെക്സ്റ്റ് ചെയ്യാനായിട്ടൊരു ഇരിഡിമിൻ്റെ ഡിവൈസ് ഉണ്ട്. അതിന് 5% ബാറ്ററി ഉള്ളൂ. അത് ഞാനൊരു സ്പേസ് ഇല്ലാതെ ഒരു മെസ്സേജ് അയച്ചു, റോൾഡ് ഡിസ്മാസ്റ്റേഡ് സിവിയർ ബാക്ക് ഇഞ്ചറി കനോട്ട് ഗെറ്റ് അപ്പ്. ഇടയ്ക്കിടയ്ക്ക് 2-3 ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. And then there was nothing else I could do. I just had to wait for rescue and I had to survive to rescue him. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടുവിന് വേദന തുടങ്ങി, പിന്നെ ഹിക്കപ്സ് തുടങ്ങി. അപ്പം ദാറ്റ് കുഡ് ബി ബിക്കോസ് ഈ ഡയഫ്രാമിനോട്ടുള്ള നെർവ് ഇറിറ്റേറ്റ് ആയിരുന്നു. അപ്പം ഹിക്കപ്പ് വരുമ്പോഴത്തേക്ക് നമ്മുടെ വയറിലെ ആസിഡ്സ് എല്ലാം ഇങ്ങനെ മേളിലോട്ട് അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നെഞ്ചിങ്ങനെ എരിയാൻ തുടങ്ങി. നെഞ്ച് എരിഞ്ഞ് അതിൻ്റെ പുറത്ത് ഹിക്കപ്സ് കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഹിക്കപ്സ് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് നോട്ട് സ്ലീപ്പ്. ഫോർ സം റീസൺ ഞാൻ ഒന്ന് ഛർദ്ദിച്ചു. ഐ ഡോണ്ട് നോ വൈ. ഐ വാസ് നോട്ട് സീസിക്. പക്ഷേ ഞാൻ ഒന്ന് ഛർദ്ദിച്ചപ്പോൾ ഹിക്കപ്സ് സ്റ്റോപ്പായി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഛർദ്ദിക്കുമ്പോഴും ദർ ഇസ് എ പെർട്ടിക്കുലർ വേ യു വോമിറ്റ്. അങ്ങനെ ഛർദ്ദിച്ചില്ലെങ്കിൽ അപ്പം തന്നെ മരിക്കാം. നമ്മളിങ്ങനെ നേരെ കിടന്ന് ഛർദ്ദിക്കുകയാണെങ്കിൽ അത് ലങ്സിലോട്ട് പോയിട്ട് യു വിൽ ചോക്ക് ആൻഡ് ഡൈ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അതിനിങ്ങനെ കൈ ഇങ്ങനെ ഇട്ട് യു ഹാവ് ടു വോമിറ്റ് ഇൻ വൺ ഡയറക്ഷൻ. ആൻഡ് ദാറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് വോമിറ്റിംഗ് ഓൺ ടു ദ ബങ്ക്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത 3-4 ദിവസം അവിടെ തന്നെ കിടന്ന് ഉറങ്ങേണ്ടതും. സോ somehow I vomited. അരമണിക്കൂറിന് വേണ്ടിയിട്ട് ഹിക്കപ്സ് സ്റ്റോപ്പായി. അരമണിക്കൂറിന് വേണ്ടിയിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഛർദ്ദിച്ച് പിന്നെ അരമണിക്കൂർ കിട്ടി ഉറങ്ങി. 3-ാമത്തെ പ്രാവശ്യം എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് പാടാണ്. അപ്പം ഞാൻ കൈ ഇങ്ങനെ അകത്തിട്ട് ഉണക്കോട്ടിട്ട് ഇങ്ങനെ വോമിറ്റ്. ആൻഡ് 3 പ്രാവശ്യം കഴിഞ്ഞാൽ വയറ്റിലൊന്നും കഴിയും. അപ്പം ഛർദ്ദിക്കാൻ പറ്റില്ല. ഛർദ്ദിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് യു കനോട്ട് സർവൈവ് ദാറ്റ് വിതൗട്ട് സ്ലീപ്പിംഗ്. അപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ ഇതിന്ന് എന്നാ പറഞ്ഞത് ഇറങ്ങിയിട്ട് എഴുന്നിട്ട് അപ്പുറത്തെ ബങ്കിലൊരു 6 ക്യാൻ ഐസ് ടീ ഉണ്ടായിരുന്നു. ആ ഐസ് ടീ വലിച്ചു ഞാൻ തിരിച്ച് ബങ്കിലോട്ട് വന്നു. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ എഴുന്നേറ്റിട്ട് നിന്നുകൊണ്ട് പാചകം ചെയ്യണം. നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ നിന്നിട്ട് കാല് വെച്ച് പമ്പ് ചെയ്താലേ വെള്ളം കിട്ടത്തുള്ളൂ. നിൽക്കാൻ പറ്റത്തില്ല, കാരണം വെള്ളമില്ല കുടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഐസ് ടീ വെച്ചിട്ട് ഞാനത് കുടിച്ചു. വോമിറ്റ് ചെയ്യുക, അരമണിക്കൂർ ഉറങ്ങുക, പിന്നെ കുടിക്കുക, വോമിറ്റ് ചെയ്യുക, അരമണിക്കൂർ ഉറങ്ങുക. ഇങ്ങനെയാണ് ഞാൻ
ഉറങ്ങിയത്